നമുക്കിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെയും വീടിൻ്റെ പുറത്തൊക്കെയും ഔട്ട് സൈഡിലൊക്കെ നമ്മൾ കാണാം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കറുത്തിരിക്കുന്നത്. അപ്പോൾ കറുത്തിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് യൂസ് ചെയ്തിട്ടില്ല എന്നത് ഒരു കാരണം തന്നെയാണ്. രണ്ടാമത് കെമിക്കൽ, ചിലപ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. അതൊരു കെമിക്കലിൻ്റെ എന്തെങ്കിലും ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കെമിക്കൽ കൊണ്ട് ഒഴിക്കണമെന്നില്ല. അതിപ്പോൾ പെയിൻറ്റിലുണ്ട്, ഇപ്പോൾ ഓടിൻ്റെ ഇത് അടിക്കുന്ന ഇതിലുണ്ട്, അങ്ങനെ പല കെമിക്കലിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് കണ്ടമാനം വരാറുണ്ട്. നമുക്ക് ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഇത് വന്നിട്ടുണ്ട് എന്ന്. ഞങ്ങൾ ചെയ്തിട്ടില്ല, പഴയ വർക്കുകളുടെ കേസുകളാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇതിലൊന്നും വരാറില്ല, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാധനങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 304 ഗ്രേഡാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല, 202 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആണ് എങ്കിൽ 202 ആണെങ്കിലും നമുക്കത് ബഫ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. അപ്പം നമ്മളത് ചെയ്യുന്നുണ്ട്. ബഫിങ്ങിന് നമ്മൾ സ്റ്റാഫിനെ വിടും, ആദ്യം പോയി നോക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കും. അതിൽ പേപ്പർ വീലാണോ, ഫ്ലാപ്പ് വീലോ, സ്പോഞ്ച് വീലാണോ, റെഡ് ആണോ, വൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനെ പണ്ടത്തെ പോലെ തന്നെ പോളിഷ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സർവീസും നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്.